سبيل الدموع سبيل مريح تنهدى يا صاحي كي تستريح وبث الدعاء الخفي الصريح يسعك الفضاء الرحيب الفسيح سبيل الدموع سبيل مريح تنهدى يا صاحي كي تستريح وبث الدعاء الخفي الصريح يسعك الفضاء الرحيب الفسيح فبالله كم تستطيب القروح ويبرأ جروح الكثير الجريح وينشط ذاك السقيم العليم وقد كان بالسكن دهرا طريق تقال العثار يا بيتا أنت ساكنه ليس محتاجا إلى السرج وجهك والله حجتنا يوم يأتي الناس بالحجج ومريضا أنت ذاكره قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج فزمن قد كنت بغيته والسماء في أرفع الدرج باذلا في الحب مهجته سامحا بالروح والمهج يا كريم الجود راحته فكفيت البحر واللجج കമ്മിറ്റിയുടെയൊക്കെ ഭാരവാഹികൾ, മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട മോമിനങ്ങളെ, നമ്മുടെ മഹത്തായ ഉറൂസിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യരായ നമ്മുടെ ഏണിയാടി മഹല്ല് ഖാദി സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് അവർ നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഈ മഹത്തായ വേദിയിൽ എത്തി നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ മുദരീസും ഖത്തീബുമായ അബ്ദുൽ അസീസ് നൈമി ഉസ്താദ് അവർ നമ്മോട് സന്ദേശ പ്രഭാഷണം നടത്തും. അതുപോലെ ഈ വേദിയിൽ എത്തിയിട്ടുള്ള ജമാഅത്തിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പട്ടമൂല അബ്ദുള്ള കുഞ്ഞി ഹാജി, ജമാഅത്ത് മുൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പി എം മുഹമ്മദ് കുഞ്ഞി ഹാജി, ഉറൂസ് കമ്മിറ്റി ചെയർമാൻ റഫീഖ് മൂല, അതുപോലെ നമ്മുടെ നാട്ടിലെ ഉസ്താദ്മാരായ ബഹുമാനപ്പെട്ട ഷാഫി ഉസ്താദ്, ബഹുമാനപ്പെട്ട ബഷീർ സഖാഫി, ബഹുമാനപ്പെട്ട ഹനീഫ് ലത്തീഫി ഉസ്താദ് അവർ, അബ്ദുൽ മജീദ് കേട്ടി, ബഹുമാനപ്പെട്ട സയ്യിദ് ഫഹദ് തങ്ങൾ, സദർ ഉസ്താദുമായ ബഹുമാനപ്പെട്ട ഇസ്മായിൽ സാഹിദ് ഉസ്താദ് അവർക്കും അഷ്റഫുൽ മുർസലീൻ وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أولياؤه إلا المتقون. صدق الله العلي العظيم. ഏണിയാടിയിലെ ശുഹദാക്കളുടെ ഉറൂസിന്റെ ഉദ്ഘാടന ദിവസമാണ് ഇന്ന്. നാം എല്ലാവരും വളരെയേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ശൈഖുന കാന്തപുരം ഉസ്താദിനെയാണ്. അല്ലാഹു
അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആദ്യമേ ദുആ ചെയ്യുകയാണ്. പുണ്യ ശരീരം കൊണ്ട് ബറക്കത്ത് ലഭിച്ച ഒരു നാടാണ്. കഴിഞ്ഞുപോയ ഒരുപാട് ഔലിയാക്കൾ, ഒരുപാട് സ്വാലിഹീങ്ങൾ, ഒരുപാട് ഉലമാക്കൾ ധന്യമാക്കിയ നാടുകൂടിയാണ് ഏണിയാടി. പരിസര നാടുകളിലെല്ലാം ഏണിയാടി എന്ന് കേൾക്കുമ്പോൾ ഔലിയാക്കളുടെ നാടാണ്, അഹ്ലുസുന്നയുടെ നാടാണ്. പരമ്പരാഗതമായി ഇസ്ലാമികമായ പൈതൃകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളുടെ സൗഹാർദ്ദം കാത്ത് സൂക്ഷിക്കുന്ന നല്ല മനുഷ്യരുടെ നാടാണ് ഏണിയാടി. അൽഹംദുലില്ലാഹ്, ഇവിടുത്തെ ഉറൂസും ഏറ്റവും വലിയ സന്ദേശം നമ്മെ ശ്രവിക്കുന്ന ആളുകൾക്കെല്ലാം കൊടുക്കുന്നത് സൗഹാർദ്ദത്തിൻ്റെ, ഐക്യത്തിൻ്റെ, അഖണ്ഡതയുടെ ഏറ്റവും വലിയ സന്ദേശമാണ് ഔലിയാക്കൾ ഈ ലോകത്തിന് സമർപ്പിക്കുന്നത്. ഔലിയാക്കൾ പരിശുദ്ധ ഖുർആനിൽ നമ്മോട് ഓർമ്മപ്പെടുത്തിയതുപോലെ അവർ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കുന്നവർ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചവർ, വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിച്ചവർ, അവരാണ് ഔലിയാക്കൾ എന്ന ആദരവിൻ്റെ പേരിൽ ഈ ലോകം അംഗീകരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ 7 ശുഹദാക്കൾ കാലങ്ങളോളം നമ്മുടെ നാട്ടിലും പരിസരത്തുള്ള ഉസ്താദുമാർ, പരിസരത്തുള്ള ആലിമീങ്ങൾ, കേരളത്തിലും കർണാടകയിലുള്ള ഒരുപാട് സാദാത്തുക്കൾ, സമസ്തയിൽ ഉള്ളവർ, അതിനേക്കാളും മുൻപുള്ള ആലിമീങ്ങൾ അടക്കം ഏണിയാടിയിലെ ശുഹദാക്കളുടെ ഉറൂസിൽ വരികയും എവിടെ സിയാറത്ത് ചെയ്യുകയും എവിടെ ദുആ ചെയ്ത് നീറുന്ന ആയിരക്കണക്കിന് പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിച്ച ചരിത്രങ്ങൾ പറയാൻ ഏണിയാടിയിലുള്ള മുഅ്മിനീങ്ങൾക്ക്, പരിസര പ്രദേശത്തുള്ള മുഅ്മിനീങ്ങൾക്ക്, ഉമ്മമാർക്ക് അനുഭവമുണ്ടെങ്കിൽ എല്ലാ വർഷവും നമ്മുടെ ഈ മഹലിൽ നടത്തപ്പെടുന്ന ഉറൂസ് പരിപാടിക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച 7 മഹാത്മാക്കളാണ് നമ്മുടെ ഈ മഹലിൽ അന്ത്യമാകുന്ന അനവധി പ്രയാസങ്ങളും പ്രതിസന്ധികളും മുഅ്മിനീങ്ങളായ ആളുകളും അല്ലാത്തവരും നമ്മുടെ മഹത്തുക്കളായ ഔലിയാക്കളുടെ അടുത്ത് വന്നിട്ട് അവരുടെ വേവലാതിയും അവരുടെ പ്രശ്നങ്ങളും അവരുടെ പ്രയാസങ്ങളും പറഞ്ഞ് ദുആ ചെയ്ത് അവരുടെ പ്രയാസങ്ങൾ നീങ്ങി വളരെ സന്തോഷത്തോടുകൂടി അവരവരുടെ നാടുകളിലേക്കും വീടുകളിലേക്കും തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ മഹാന്മാരായ ഔലിയാക്കൾ തന്നെയാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അറിയണം, അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ അവർക്കൊരു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് കരുതിയിട്ട് നമ്മൾ ദുആ ചെയ്യാം. മുഹമ്മദ് സ്വലാത്തുൻ തുർദിക വതുർവാ ബിഹാ അന്ന സയ്യിദിന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളാത്ത് ജമീൽ അംബിയാഇ വൽ ഔലിയാഇ والشهداء والصالحين خصوصا مشارق الأرض إلى رواتها. اللهم زد لهم فضلا على فضلهم وشرفا على شرفهم وكرامة على كراماتهم. اللهم أعلي درجاتهم عندك يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
وصلى الله على سيدنا محمد. ഉറൂസിന് ക്ഷണിക്കാറുണ്ട്. എനിക്ക് സൗകര്യപ്പെടാത്തത് കൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് സുല്യ പോകുന്ന വഴിക്ക് ഇനി ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവൻ നിൽക്കുന്ന കാലത്തോളം എൻ്റെയും നിങ്ങളുടെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹയാത്തുള്ള കാലത്തോളം അള്ളാഹുവിൻ്റെ ഔലിയാക്കളും സാലിഹ്യങ്ങളും സുഹൃത്താക്കളും ഏതൊരു ദീനിന് വേണ്ടി നിലനിന്നുവോ ആ ദീനിൽ തന്നെ നമുക്ക് ഉറച്ചു നിൽക്കാനും അവരുടെ കാൽപ്പാടുകൾ തുടരാനും അള്ളാഹു തആല തൗഫീഖ് നൽകി തരട്ടെ. നിന്ന് പ്രവർത്തിക്കാനും അവസാനം മൗത്തിൻ്റെ സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈമാൻ സലാമത്തായി മരിക്കാനും ഏറ്റവും എളുപ്പമുള്ള മാർഗം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലലാണ്. ഒരിക്കൽ ഒരു അറാബിയായ കാടൻ സ്വഹാബി മദീനത്തെ പള്ളിയിൽ വന്ന് രണ്ടു കാലത്ത് നിൽക്കരിച്ച് പോവാം. എൻ്റെ ഭാഗത്തും സ്വീകരിക്കണമെങ്കിൽ സ്വല്ലി അലയ്യ, എൻ്റെ മേലെ സ്വലാത്ത് ചെല്ലണം. പിന്നെ നീ ദുആ ചെയ്തോ, സ്വല്ലി അലയ്യ, പിന്നെയും എൻ്റെ മേലെ സ്വലാത്ത് ചെല്ലിക്കോ. അപ്പോൾ സ്വലാത്ത് കൊണ്ട് തുടങ്ങുകയും സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ദുആ അല്ലാഹു തആല ഇൻഷാ അല്ലാഹ് സ്വീകരിക്കും. അതിബി സ്വലാത്ത അലൽ ഹബീബി മുഹമ്മദി ഫഇന്നഹാ മഖ്ബൂലത്തുൻ ബിഗൈരി തറദ്ദുദ്. അമാൽനാ ബൈനൽ ഖബൂലി വറദ്ദിഹി ഇല്ല സ്വലാത്ത അലൽ ഹബീബി മുഹമ്മദി. നമ്മുടെ അമലുകളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമോ ഇല്ലയോ തറദ്ദുദിലാണ്. സ്വലാത്ത് ഒഴികെ റസൂലുള്ളാഹിയുടെ മേൽ സ്വലാത്ത് ചെയ്താൽ അത് തീർച്ചയായും സ്വീകരിക്കപ്പെടും. ഒരിക്കൽ തള്ളപ്പെട്ടു പോകും. ദുആ ചെയ്യുമ്പോൾ തുടക്കത്തിലും അവസാനത്തിലും വെട്ടിയെടുത്തിട്ട് നടുവിലുള്ള അമൽ ഒഴിവാക്കുക അള്ളാഹു ചെയ്യൂല. അതുകൊണ്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലി ദുആവും ഒക്കെ തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യണം. ശുഹദാവ് എന്ന് പറഞ്ഞാൽ അന്നുള്ള ശുഹദാവ് അവര് പരിശുദ്ധ ദീനിനെതിരായി ഇവിടെ ചില ആളുകൾ പ്രവർത്തിക്കുകയും ദീനിൽ വരുന്നവരെ ഒരു മുസ്ലിമിനെ ഇവിടെ ബന്ധിച്ച് മുസ്ലിമാക്കുന്ന പണി ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും ഉണ്ടായിട്ടില്ല, അതിന് ശേഷവും ഉണ്ടായിട്ടില്ല. ഇസ്ലാമാണ് അല്ലെങ്കിൽ എന്നോട് വെച്ചക്കൂല എന്ന് പറയുന്ന ആ ഒരു പരിസ്ഥിതി നമ്മുടെ ഇസ്ലാം ഒന്ന് മാത്രമാണ് അള്ളാഹുവിൻ്റെ മതം എന്നും ആ മതത്തിൽ ജീവിച്ചാൽ മാത്രമേ സ്വർഗം കിട്ടുകയുള്ളൂ എന്നും നമ്മൾ വിശ്വസിക്കുന്നു. ഈ വിശ്വാസം സൗകര്യമുള്ളവർക്ക് വിശ്വസിക്കാം, ചെയ്യാം. ഇവിടെ എന്തും ചെയ്യരുത്, ദുനിയാവിൽ എന്തും നടക്കാം. അല്ലാഹു തആല റഹ്മാനാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾക്കും അല്ലാത്തവർക്കും ദുനിയാവിൽ വെച്ച് ഗുണം ചെയ്യുന്നവർക്കല്ല. ദുനിയാവിൽ മുഅ്മിനീങ്ങൾക്ക് മാത്രം ഗുണം ചെയ്യുന്നവരല്ല, അത് അല്ലാഹു തആല ചെയ്യുക. ദുനിയാവിൽ എല്ലാവർക്കും
അള്ളാഹു ഇല്ലാതെ പറയുന്നത്, അള്ളാഹു ഒന്നല്ലാതെ പറയുന്നത്, എല്ലാവർക്കും ദുന്യാവെയുള്ള പ്രവർത്തിക്കുന്നത്. നമ്മൾ മുസ്ലിമുകൾ അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. മോമിനിയങ്ങൾക്ക് മാത്രമാണ് ആഖിറത്തിൽ രക്ഷയുള്ളത്. അള്ളാഹു സ്വന്തം തരുന്നത് മുസ്ലിമുകൾക്ക് മാത്രമാണ്, മോമിനിയങ്ങൾക്ക് മാത്രമാണ്. അത് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ വിശ്വാസം ആരുടെയെങ്കിലും പേരിൽ അടിച്ചമർത്തുന്ന സ്വഭാവം മുസ്ലിം സമുദായത്തിൽ ഇല്ല. ബദർ യുദ്ധം പോലും അള്ളാഹു പറയുന്നു, അള്ളാഹു തല പഠിപ്പിച്ചതാണ്. മക്ക മുശ്രിക്കുകൾ ആണ് ആദ്യമായി യുദ്ധം തുടങ്ങിയത്, മുസ്ലിമീങ്ങളല്ല. യുദ്ധം തുടങ്ങിയപ്പോൾ അതിന് നേരിടേണ്ടുന്ന ആവശ്യം വന്നു. അങ്ങനെയാണ് ബദർ യുദ്ധവും വലിയ യുദ്ധവും മൂത്ത യുദ്ധവും എല്ലാ യുദ്ധങ്ങളും ഉണ്ടായത്. ഇത് ഇന്നത്തെ ചെറുപ്പക്കാർ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മളെ വന്നിട്ട് നിങ്ങളെ മതം വെട്ടിപ്പിടിക്കുന്ന മതമല്ലേ, യുദ്ധം ചെയ്തുണ്ടാക്കിയ മതമല്ലേ, ഇതൊക്കെ ചോദിച്ച് നമ്മുടെ ഈമാൻ തെറ്റിച്ച് കളയും. സൂറത്തുൽ തൗബയിൽ അള്ളാഹു പറയുന്നത് കേട്ടോ, തങ്ങളോടുള്ള ഉടമ്പടി തെറ്റിക്കുകയും നബിതങ്ങളെ കൊല്ലാനും നാട് കടത്താനും തീരുമാനിക്കുകയും അവരാണ് യുദ്ധം ആദ്യമായി തുടങ്ങിയത്. ഞാൻ ഈ യുദ്ധത്തിൻ്റെ കാര്യം. അപ്പം അങ്ങനെ ഇവിടെ കേരളത്തിലോ അല്ലെങ്കിൽ കർണാടകയിലോ നമ്മുടെ ഇന്ത്യയിലെ എവിടെയും ഒരൊറ്റ സ്ഥലത്തും മുസ്ലിമുകൾ അങ്ങോട്ട് ചെന്ന് യുദ്ധം ചെയ്ത് ഷഹീദായിട്ടില്ല. കേരളത്തിൽ പല സ്ഥലത്തുമുണ്ട് ഷഹദാക്കൾ. അതൊക്കെ നമ്മളെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നപ്പോഴാണ്. മലപ്പുറം ഷഹദാന്ന് പറഞ്ഞിട്ട് മലപ്പുറത്ത് കുറച്ച് ആളുകൾ ഷഹീദായിപ്പോയി. അത് മലപ്പുറം ജുമാഅത്ത് പള്ളി ചുട്ട് കഴിക്കാൻ അന്നവും കത്തിച്ച് ഞാൻ പള്ളി പൊളിക്കും കത്തിക്കും, ഇല്ലെങ്കിൽ അതിന് മുകളിൽ കൊടിയെങ്കിലും കത്തിക്കാറുണ്ട്. ഓലക്കൊടി എന്ന് പറഞ്ഞാൽ പഴയ ഓല കൊണ്ട് കെട്ടിയ പള്ളിയാണ്. അതിൽ നിന്നുള്ള ഓലൻ്റെ കുറച്ച് ഭാഗമെങ്കിലും കത്തിക്കാതെ ഞാൻ മടങ്ങൂല എന്ന് പറഞ്ഞിട്ട് ആ മലപ്പുറത്ത് അന്നത്തെ വലിയ മുതലാളിയായ പാറ നമ്പി വലിയ പന്തം ചൂടാമുകൾ എന്ന് പരസ്യപ്പെടുത്തിയപ്പോൾ അത് സമ്മതിക്കൂല എന്ന് പറഞ്ഞ മുസ്ലിമീങ്ങളാണ് അവിടെ ഷഹീദായിട്ടുള്ളത്. അല്ലാതെ ഒരാളെയും അങ്ങോട്ട് പോയി ആക്രമിച്ചിട്ടുള്ള ഒരു യുദ്ധം എവിടെയും മുസ്ലിം സമുദായം ചെയ്തിട്ടില്ല, ഇപ്പോൾ ചെയ്യുന്നില്ല, ഇനിയില്ല. പിന്നെ അല്ലാഹുവിൻ്റെ വീടായ പള്ളി മുസ്ലിം സമുദായത്തിലുള്ള ഏറ്റവും വിവാദത്തിൻ്റെ പുണ്യമായ സ്ഥലമാണ്. അത് വെറുതെ കാരണം കൂടാതെ പൊളിക്കാനും ഉണ്ടാക്കാനും നമ്മൾ സമ്മതിക്കൂല. അലിയുൽ കൂഫി എന്ന് പറയുന്നവർ കേരളത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഖബർ പെരിങ്ങത്തൂരിൽ നിന്നുള്ള സ്ഥലത്താണ്, കണ്ണൂർ ജില്ലൻ്റെ അങ്ങേയറ്റം. ആ അലിയുൽ കൂഫി നിങ്ങൾക്ക് പള്ളി ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ വന്നിട്ട് ഞങ്ങളുടെ അമ്പലം അങ്ങേക്ക് വിട്ടുതരാം, പള്ളിയാക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അവർ വേണ്ടാതെ. അതിലൊക്കെ പല ആളുകൾക്ക് കൂടുണ്ടോ, പലരുടെ ഞാൻ ഉണ്ടാക്കിയ അമ്പലമുണ്ട്.
അത് നിങ്ങൾക്ക് തരാതെ. എത്ര കൊല്ലം മുമ്പ്? ഇന്ന് മുതൽ 800 കൊല്ലം മുമ്പ് അവർ പറഞ്ഞ കാര്യമൊക്കെ ശരിയാണ്. ഇപ്പോൾ നിങ്ങൾ തരുന്നത് ആരും തടയില്ല, നിങ്ങളുടെ സ്വന്തം ഭൂമിയൊക്കെയാണ്. എങ്കിലും ഇവിടെ അമ്പലമാണെന്ന് രേഖ, ഈ അമ്പലം പിടിച്ചെടുത്തതാണ് എന്നിട്ട് പള്ളിയാക്കിയതാണെന്ന് പറയാൻ സാധ്യതയുണ്ട്. അതൊരു വഴിവെക്കണ്ട. അതുകൊണ്ട് എനിക്ക് വേണ്ട, നിങ്ങൾ വെറുതെ തന്നാൽ ഞാൻ സ്വീകരിക്കൂല. ഒരു സംഭാവനത്തിനും എല്ലാത്തിനും കൂട്ടത്തിൽ നിങ്ങൾ തന്നോളൂ, ഞാൻ സ്വീകരിച്ചോളാം എന്നല്ലാതെ ഈ അമ്പലം ഒരിക്കലും നിങ്ങളോട് വാങ്ങൂലാന്ന് പറഞ്ഞ അരിയിൽ കൊണ്ടുപോകുമ്പോൾ ഇപ്പൊ ഒന്നും എല്ലാ തത്വം അധികാരത്ത് ഞങ്ങൾ പള്ളിയെ ഞങ്ങൾ അമ്പലമായിരുന്നു എന്ന് പറയാൻ തുടങ്ങി. സ്വാധീനങ്ങളെ പിൻപറ്റി അവർ വിശ്വസിച്ചു വന്ന ഈമാൻ നമ്മളെ കൽവിൽ കട്ടിയായി നിൽക്കണം. ഒരിക്കലും ഇളകാൻ പാടില്ല. ഈമാൻ നമ്മളെ കൽവിൽ ഉറച്ചു നിൽക്കണം. ഇബ്ലീസ് വന്നിട്ട് നമ്മളെ പിന്തിരിപ്പാക്കിയിട്ട് ഈമാനിൽ സംശയം ഉണ്ടാക്കി തീർക്കും. അതിനൊന്നും വഴിപ്പെട്ടു പോകാത്ത റസൂലുള്ളാഹ് എന്ന ഈ കലിമത്തിൽ നമ്മൾ ഉറച്ച് വിശ്വസിച്ച് അവസാനം ഈമാൻ സലാമത്തായി തന്നെ മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുറാഹിമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഈ വേണിയാടി എന്ന സ്ഥലത്ത് ഉള്ള പരിസരത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. എല്ലാവർക്കും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരായി ജീവിച്ച് കാമിലായ ഈമാനോടുകൂടി മരിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. എല്ലാവരും മുഅ്മിനീങ്ങൾ എല്ലാവരും യോജിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കാര്യങ്ങൾ പറയാനും മഹല്ലത്തിന്റെ കാര്യങ്ങൾ പറയാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുന്നതല്ലേ. അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഇവിടുത്തെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നിന്റെ പൊരുത്തം നൽകണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് നൽകണേ അല്ലാഹ്. ഹൈറായ ഹലാലായ അവസാനം ഈമാനോടുകൂടി ഞങ്ങളെ ധരിപ്പിക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. إن بيتا أنت ساكنه ليس محتاجا إلى السرج وجهك والله حجتنا يوم يأتي الناس بالحجج ومريضا أنت ذاكره قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج فزمن قد كنت بغيته والسماء في رفع الدرج
50D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. City Gold, Gold and Diamonds, Kerala and Karnataka.